ഒരാൾ മരിച്ചതുകൊണ്ട് ഇവിടെ ജീവിതം അവസാനിക്കുന്നില്ല. മറ്റുള്ളവർ ജീവിതം തുടരുന്നുണ്ടല്ലോ. ജീവിതത്തെപ്പറ്റിയും മരണത്തെപ്പറ്റിയും ജീവിതത്തിനും മരണത്തിനും ഇടയിൽ കുടുങ്ങിക്കിടക്കാനാകാതെ ഓടിപ്പായേണ്ടി വരുന്ന മനുഷ്യരെപ്പറ്റി അതിമനോഹരമായൊരു സിനിമ, ഒരു ടെലിഫിലിം കാണാനിടയായി. KG ജോർജിൻ്റെ യാത്രയുടെ അന്ത്യം. ഞാൻ എപ്പോഴും ആലോചിക്കുന്നൊരു കാര്യമാണ്, സ്നേഹിക്കുന്ന ഒരാൾ മരിച്ചു പോകുന്നു. അയാൾ മരിച്ചുപോയാൽ ജീവിതം അവസാനിച്ചു പോകുമോ നമ്മുടേത്? അതോ നാം നമ്മുടെ നിത്യജീവിതത്തിൻ്റെ തിരക്കുകളിലേക്ക്, നിത്യജീവിതത്തിൻ്റെ സംഘർഷങ്ങളിലേക്ക്, ആഹാരത്തിലേക്ക്, പ്രണയത്തിലേക്ക്, രതിയിലേക്ക്, വിരഹത്തിലേക്ക് അയാളെ മറന്നോ, അയാളെ ഒപ്പം കൂട്ടിയോ ഒറ്റയ്ക്ക് നടക്കുമോ? അത് വലിയൊരു ചോദ്യമാണ്. ഞാൻ ആലോചിക്കാൻ കാര്യം, എൻ്റെ കുഞ്ഞുനാളെ ആ സിനിമ കണ്ടപ്പോൾ, യാത്രയുടെ അന്ത്യം കണ്ടപ്പോൾ, യാത്രയുടെ അന്ത്യത്തിലെ ജീവിതത്തെയും മരണത്തെയും ചുറ്റിപ്പിണഞ്ഞിട്ടുള്ള ലൂപ്പിനെ പറ്റി, ചാക്രികതയെ പറ്റിയുള്ള അതിമനോഹരവും മൗലികവുമായ കാഴ്ചകൾ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചത് എൻ്റെ കുട്ടിക്കാലത്തെ ഒരു ഓർമ്മയാണ്. എൻ്റെ ഉമ്മുമ്മ മരിച്ചുപോയതിൻ്റെ അന്ന് ഉമ്മ പൊട്ടിക്കരയുന്ന രംഗം. ഞാൻ ഉമ്മുമ്മയുടെ വീട്ടിലേക്ക്, ഉമ്മുമ്മ മരിച്ചു കിടക്കുന്ന മൃതശരീരത്തിൻ്റെ അടുത്തിരുന്ന് കരയുന്ന വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലേക്കെന്ന് വളരെ 5-ലോ 6-ലോ പഠിക്കുന്ന ഞാൻ ചെല്ലുമ്പോൾ ഉമ്മ എന്നെ അടുത്ത് വിളിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന, നിലവിളിച്ചുകൊണ്ടിരിക്കുന്ന ഉമ്മ എൻ്റെ ചെവിയിൽ ചോദിക്കുന്നു, വീട് പൂട്ടിയോടാ? പെട്ടെന്ന് ഞാൻ പരിഭ്രാന്തനായി. ഞാൻ പറഞ്ഞു, ഓർമ്മയില്ല. ഒരു വലിയ തെറി എന്നെ വിളിച്ചിട്ട് ഉമ്മ പറഞ്ഞു, വീട് പൂട്ടിയിട്ട് വാ. അപ്പോൾ ഞാൻ ആലോചിച്ചു, തിരിച്ചു കിടക്കുമ്പോൾ ഞാൻ ആലോചിക്കുന്ന ആലോചന ഇതാണ്, ഉമ്മ മരിച്ചു കിടക്കുമ്പോഴും ഉമ്മ വീടിനെ പറ്റി ആലോചിക്കുന്നത് എന്തുകൊണ്ടായിരിക്കും? അത് മുതിർന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, മനുഷ്യർ മരിച്ചു കഴിഞ്ഞാലും നമുക്ക് ജീവിക്കേണ്ടതുണ്ട്. മനുഷ്യർ മരിച്ചു പോയാലും മനുഷ്യർക്കൊപ്പമുള്ള മനുഷ്യർക്ക് ജീവിതം തുടരേണ്ടതുണ്ട്. അവർ വീടിനെപ്പറ്റി, അവർ തൊഴിലിനെപ്പറ്റി, അവർ സ്നേഹത്തെപ്പറ്റി, അവർ പരീക്ഷയെപ്പറ്റി അവർ ആലോചിക്കേണ്ടതായിട്ട് വരും. ഈ സിനിമ കാണുമ്പോൾ KG ജോർജിൻ്റെ അവസാന കാലത്തെ സിനിമകളിലൊന്നാണ്. KG ജോർജിൻ്റെ മറ്റു സിനിമകളെപ്പോലെ ഓരോ നിമിഷവും നമ്മളെ പിടിച്ചിരുത്തുന്ന കാഴ്ചകളൊന്നുമില്ല. വേണമെങ്കിൽ കുറച്ചൊക്കെ അലസമാണെന്ന് നാം തെറ്റിദ്ധരിച്ചേക്കാവുന്നൊരു സിനിമയാണ്. അന്താരത്തോപ്പ് എന്നുള്ള പറയുന്നൊരു ഗ്രാമത്തിലേക്ക്, ആ ഗ്രാമത്തിലെ സോമൻ്റെ കഥാപാത്രമായ അബ്രഹാമിനെ തേടി VKV എന്ന് പറയുന്ന മുരളിയുടെ കഥാപാത്രമായ എഴുത്തുകാരൻ നടത്തുന്ന 5-ഓ 6-ഓ KSRTC ഓർഡിനറി ബസ്സിലെ യാത്രയാണ് ഈ സിനിമ. സിനിമയുടെ ഭംഗി, ഈ ബസ്സിൽ ഇങ്ങനെ ജീവിതവും മരണവും മുരളി കാണുകയാണ്. മുരളി ഇങ്ങനെ ജീവിതവും മരണവും ഓർക്കുകയാണ്. ആ മരണത്തെ, ജീവിതത്തെ നമ്മൾ എങ്ങനെ അറിയുന്നു, അനുഭവിക്കുന്നു എന്ന് മുരളിയുടെ കഥാപാത്രത്തിലൂടെ നമ്മൾ അറിയുകയാണ്. ആ സിനിമയുടെ ഒരു അലസഗമനത്തെ, ഒരുപക്ഷെ KG ജോർജിൻ്റെ മറ്റു സിനിമകളെപ്പോലെ നമ്മളെ പിടിച്ചിരുത്തുന്ന കാഴ്ചകളില്ലായ്മയെ, നമുക്കതിനെ പറ്റിയിട്ടുള്ള സന്ദേഹത്തെയൊക്കെ മാറ്റിത്തരുന്നത് ഈ അവസാനം ഈ സോമൻ്റെ കഥാപാത്രം VKVക്ക് അയക്കുന്നൊരു കമ്പി കിട്ടി. ആ കമ്പിയെ അന്വേഷിച്ച്, എന്തുകൊണ്ട് ഇങ്ങനൊരു കമ്പി അയച്ചു, എന്താണ് പ്രത്യേകത, എന്താണ് വിഷമം എന്ന് അന്വേഷിച്ച് മുരളി ചെല്ലുമ്പോൾ, മുരളി ചെന്ന് വീടെത്തുന്നതിന് മുമ്പ് തന്നെ ഈ അബ്രഹാമിൻ്റെ കഥാപാത്രം മരിച്ചു കഴിഞ്ഞു. അബ്രഹാമിൻ്റെ കഥാപാത്രം മരിക്കുന്ന അതേ നിമിഷം VKV ബസ്സിലിരുന്ന് തൊട്ടടുത്തിരുന്ന് അപ്പോൾ വരെ അപരിചിതനായ അവറാച്ചൻ എന്ന് പറയുന്ന ഒരാളുടെ മരണം കാണുന്നുണ്ട്. വീട്ടിലെത്തിക്കഴിയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ സോമൻ്റെ മകൾ കരഞ്ഞുകൊണ്ട് മുരളിയുടെ കഥാപാത്രത്തോട് പറയുന്നു, അപ്പൻ അവസാനമായി പറഞ്ഞ വാക്കിതാണ്, അവനിപ്പോൾ വണ്ടിയിലുണ്ടാകും, അവൻ വണ്ടിയിലിരുന്ന് എൻ്റെ മരണം കാണും. ഈ ഡയലോഗ് കേൾക്കുമ്പോഴാണ് നമ്മൾ ആ സിനിമയെ റീറീഡ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ളവരായി മാറുന്നത്. നമ്മളൊന്ന് വിറങ്ങലിക്കുന്നത്. ആ സിനിമ മുഴുവൻ കണ്ട ഒരാൾ അവസാനത്തെ ക്ലൈമാക്സിലെ ആ ഡയലോഗ് കേൾക്കുമ്പോൾ, അവൻ ഇപ്പോൾ വണ്ടിയിലുണ്ടാകും, വണ്ടിയിലിരുന്ന് അവൻ എൻ്റെ മരണം കാണും എന്ന് സോമൻ്റെ മകൾ മുരളിയോട് പറയുന്ന രംഗം കേൾക്കുമ്പോൾ നമ്മളൊന്ന് വിറയ്ക്കും. നമ്മൾ ആ സിനിമയെ മരണത്തിൻ്റെ പുസ്തകമായി വായിക്കാൻ തുടങ്ങും. ആ സിനിമയിലൊരു യാത്ര ചെയ്യുമ്പോൾ ഇദ്ദേഹം അടുത്തിരുന്ന് കാണുന്ന മരണം അവറാച്ചൻ എന്ന് പറയുന്ന ആളുടെയാണ്. അവറാച്ചൻ ഒരു വിവാഹത്തിന് വേണ്ടി, സ്വന്തം മകളുടെ വിവാഹത്തിന് വേണ്ടി കൂട്ടരെയും കൊണ്ട് യാത്ര ചെയ്യുകയാണ് പള്ളിയിലേക്ക്. അപ്പോൾ ആദ്യം വെച്ച് ഇയാൾക്ക് ഹൃദയാഘാതം ഉണ്ടാകുന്നു. മുരളിയുടെ അടുത്തിരുന്ന് ആശുപത്രിയിലേക്ക് ഓടിക്കയറ്റിയിട്ട് ഇയാൾ മരിച്ചു പോകുന്നു. അപ്പോൾ ഒരു തർക്കം അവിടെ ഉണ്ടാകുന്നു, കല്യാണം നടത്തണമോ അതോ വിവാഹ പാർട്ടി പിരിഞ്ഞു പോകണോ? മറ്റൊരു ചോദ്യമാണ്. ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിച്ചിരുന്നേ പറ്റൂ. മകൾക്കും മകനും ഗൾഫിലേക്ക് പോകേണ്ടതാണ് വിവാഹം കഴിഞ്ഞ്. അതോ തിരിച്ച് വീട്ടിലേക്ക് പോയി മൃതശരീരത്തെ സംസ്കരിക്കണമോ? ഒടുവിൽ അവർ തീരുമാനിക്കുന്നത് ഇങ്ങനെയാണ്, ജീവിച്ചിരിക്കുന്നവർക്ക് ജീവിച്ചിരുന്നേ പറ്റൂ. അതുകൊണ്ട് ഒരു പാർട്ടി ശവശരീരവുമായി തിരിച്ച് മൃതശരീരം ദഹനം ചെയ്യാനുള്ള അടുത്തേക്ക് പോകട്ടെ, മറ്റേ പാർട്ടി വിവാഹത്തിനും പോകട്ടെ. ഒന്ന് ആലോചിച്ച് നോക്കൂ. അച്ഛൻ മരിച്ചു കിടക്കുകയാണ്, മോളും മരുമകനും ചേർന്നിട്ടുള്ള പാർട്ടി വിവാഹത്തിലേക്ക് പോട്ടെ, മറ്റു ചിലർ ഭാര്യയും മറ്റു ചിലരും തിരിച്ച് മരണത്തിലേക്ക് പോട്ടെ. അത് ജീവിതത്തെയും മരണത്തെയും പറ്റിയിട്ടുള്ള ഏറ്റവും മൗലികമായ ഒരാലോചന പോലെ എനിക്ക് തോന്നി. ജീവിച്ചിരുന്നേ പറ്റൂ മനുഷ്യർക്ക്. ഒരാൾ മരിച്ചതുകൊണ്ട് അയാളുടെ വേദന, അയാളുടെ ഓർമ്മ, അയാളുടെ സങ്കടം എല്ലാം നമ്മുടേതായി മാറും. ജൂലിയസ് സീസർ പറയുന്നത് പോലെ മരിച്ചൊരാളുടെ ജീവിതം എവിടെയാണ്? മരിച്ചൊരാളുടെ ജീവിതം ജീവിച്ചിരിക്കുന്ന അയാളുടെ പ്രിയപ്പെട്ട ഒരാളുടെ ഓർമ്മയിലാണ്. മരിച്ചൊരാളുടെ ജീവിതം ജീവിക്കുന്നത് പ്രിയപ്പെട്ട ഒരാളുടെ ഓർമ്മയിലാണ് എന്നതുപോലെ
പ്രിയപ്പെട്ട ഒരാൾക്ക് ആ ഓർമ്മയുണ്ടെങ്കിലും ജീവിച്ചിരുന്നേ പറ്റൂ. മരിച്ചൊരാൾ നമ്മൾ വിട്ടുപോയാലും ജീവിതം നമ്മുടേത് തുടരുന്നു എന്നുള്ളതും നമ്മുടെ ജീവിതം പൂർണ്ണമായി അവസാനിക്കുന്നില്ലെന്നും നമ്മളിലൂടെ മറ്റൊരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് മരണം ഇങ്ങനെ ഒരു പകർച്ചവ്യാധി പോലെ പടർന്നു പിടിച്ചാലും ഈ ഭൂമിയിൽ ജീവിതമുണ്ട് എന്ന്. കോവിഡൊക്കെ വന്നപ്പോൾ എത്രയും മനുഷ്യർ മരിച്ചുപോയി. പ്രിയപ്പെട്ടവർ ജീവിതം തുടരുക തന്നെ ചെയ്തില്ലേ? ജീവിതം തുടർന്നേ പറ്റുമെന്ന് നമ്മൾ ആ ഓർമ്മയുണ്ടാകും. ഈ മുറഗാമി പറയുന്ന മനോഹരമായൊരു വരി മരണത്തെ പറ്റിയുണ്ട്. ജീവിതത്തിൻ്റെ ഓപ്പോസിറ്റല്ല, ജീവിതത്തിൻ്റെ വിപരീതമല്ല മരണം, മറിച്ച് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി തുടർന്നേ പറ്റൂ. തുടരുക, തുടർച്ച എന്നത്, ജീവിതത്തിൻ്റെ തുടർച്ച എന്നത്, ഓർമ്മകളുടെ തുടർച്ച എന്നത്, ജീവിതത്തിൻ്റെയും ഓർമ്മകളുടെയും തുടർച്ച എന്നത് മരണത്തിൻ്റെ കൂടി തുടർച്ചയാണ് എന്ന് നമ്മൾ ഓർമ്മിപ്പിക്കുന്നു എന്നുള്ളതാണ് ഈ ക്ലാസിക്കൽ സിനിമയുടെ കർത്തവ്യം എന്ന് ഞാൻ വിചാരിക്കുന്നു. ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ഉത്തരവാദിത്വം മരിച്ചൊരാളുടെ ഓർമ്മയെ ചുമക്കുകയാണ് എന്നൊന്നുമല്ല അതിൻ്റെ അർത്ഥം. പക്ഷേ നമ്മൾ ഈ ഐറിഷ് പഴമൊഴി പോലെ മരിച്ചൊരാൾക്കൊരിക്കലും ഉണക്കാനാകാത്തൊരു ഹൃദയാഘാതം ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് നൽകുന്നു. മരിച്ചൊരാൾ ഒരിക്കലും ഉണക്കാനാകാത്ത ഒരു ഹൃദയാഘാതം ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് നൽകുന്നു. സ്നേഹിച്ച ഒരാൾ ഒരിക്കലും എടുത്തുമാറ്റാനാകാത്തൊരു ഓർമ്മ ജീവിച്ചിരിക്കുന്ന ഒരാൾക്ക് നൽകുന്നു. രണ്ടും തുടരും എന്നുള്ളതാണ്. ഈ സിനിമ കണ്ടപ്പോൾ യാത്രയുടെ അന്ത്യത്തെ പറ്റിയിട്ടേ അല്ല സിനിമ, ജീവിതത്തിൻ്റെ അന്ത്യത്തെ പറ്റിയിട്ടേ അല്ല സിനിമ, മരണത്തിൻ്റെ അന്ത്യത്തെ പറ്റിയിട്ടേ അല്ല സിനിമ, ഓർമ്മകളുടെ അന്ത്യത്തെ പറ്റിയിട്ടേ അല്ല സിനിമ, തുടർച്ചകളെ പറ്റിയുള്ള സിനിമയ്ക്കാണ് അദ്ദേഹം യാത്രയുടെ അന്ത്യം എന്ന് പേരിട്ടത് എന്നതുപോലും എത്ര കൗതുകകരമാണ് എന്ന് ഞാൻ ആലോചിക്കുന്നു.